ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പിമ്പിൾസിൻ്റെ കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് എന്തുകൊണ്ടാണ്, അത് പോകുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ. പക്ഷേ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതല്ലാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഈ പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെനക്കേടാണല്ലേ. കുട്ടികൾ മുതൽ, അതായത് ടീനേജ് തുടങ്ങുന്നത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ മുഖക്കുരുവിൻ്റെ പ്രശ്നം. എത്ര വയസ്സായിട്ടും പിമ്പിൾസ് വരുന്ന ആൾക്കാരുണ്ട് അല്ലേ. എന്നാലും നമുക്ക് ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ ഏകദേശം അതിനൊരു ശമനം കിട്ടും. എങ്കിലും പിന്നെയും വരും. എനിക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു 5-6 മാസം കൊണ്ട് എനിക്ക് പുതിയ കുരുക്കൾ ഈ നമ്മുടെ മാസത്തിലെടുത്താണ് പീരീഡ്സ് ടൈമിൽ ഒന്നെങ്ങാനും വന്നാലായി. അങ്ങനെ അതും നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ ഒന്നും വരില്ല. ഏകദേശം ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ 1-2 വരുന്നത് ഇപ്പോൾ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, നേരെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് തലയിൽ എണ്ണ തേക്കുന്നതാണ്. അപ്പം എനിക്ക് അറിവുള്ളത് തൊട്ട്, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അമ്മ ഡെയിലി തേച്ച് തരുമായിരുന്നു. എനിക്ക് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് കഴിഞ്ഞ ജനുവരി അതായത് ഡിസംബർ വരെ ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ട് പോർഷൻ ഹെയർ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലും ഞാൻ എണ്ണ തേക്കുമായിരുന്നു കേട്ടോ. ഡെയിലി അത് ഞാൻ വളരെ വോളിയം വളരെ കുറച്ചാണ് ഞാൻ എണ്ണ ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് തേച്ചില്ലെങ്കിൽ എന്തോ ഒരു തൃപ്തികേടാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ മുമ്പ് കുറച്ച് ഫ്രിസി ആയിരുന്നു. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ എണ്ണ ഇല്ലാതെ കുളിച്ച് കഴിഞ്ഞാൽ അത് ഒതുങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹെയർ ഉള്ളവർക്കറിയാം അതിൻ്റെ പാട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തേക്കാറുണ്ട്, അതൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. ഒരുപാട് ഞാൻ തേക്കില്ല. ഈ മുടിയിലോട്ടൊന്നും ഞാൻ ഒത്തിരി ഒന്നും തേക്കാറില്ല. ഈ ഹെയർ ഇവിടെ ഇത്രയും ഭാഗം എനിക്ക് ഒതുങ്ങിയിരിക്കണം എപ്പോഴും. അതുകൊണ്ട് ലൈറ്റായിട്ട് ഒന്ന് ഒരു ഇതാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ നിർത്തിയത് ഞാൻ ഫുൾ ഹെയർ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷമാണ്. അത് ഞാൻ ചെയ്യുന്നത് ജനുവരിയിലാണ്. അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഞാൻ എണ്ണ തൊട്ടിട്ടേയില്ല. അതുമുതൽ ആ ജനുവരി മുതൽ ഇതുവരെ എനിക്ക് പുതിയ പിമ്പിൾസ് ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ഈ മാസത്തിലൊരിക്കൽ വരുന്നതല്ലാതെ വന്നിട്ടേയില്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി നമ്മുടെ തലയിൽ എണ്ണ ഉണ്ടെങ്കിൽ, അത് ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഡെയിലി എണ്ണ തേക്കണം. പണ്ട് അമ്മ പറയാറുണ്ട് എണ്ണ തേക്കാതിരുന്നാൽ തലനീര് ഇറങ്ങി അസുഖം വരും, തലവേദന വരും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാനും മുടി പോകണ്ടെന്ന് വിചാരിച്ച് ഞാനത് കണ്ടിന്യൂ, ഞാൻ പറഞ്ഞില്ലേ പരമ്പരാഗതമായ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ നിർത്തിയതിന് ശേഷം എനിക്ക് എൻ്റെ ഫേസിൽ വന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, സത്യം ഞാൻ പറയുന്നു. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും എൻ്റെ ഫേസിൽ എനിക്ക് എഫക്റ്റീവായി തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഓയിലി സ്കിന്നാണ്, സെൻസിറ്റീവ് ഓയിലി ആക്കി പ്രോൺ സ്കിൻ തന്നെയാണ് എൻ്റെത്. ഈ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഈ മൂക്കൊക്കെ കാണാം ഇങ്ങനെ. ഇതെന്ത് ഓയിൽ ഫാക്ടറിയോ എന്നാണ് മേക്കപ്പ് ചെയ്ത് ചേട്ടനൊക്കെ ചോദിക്കുന്നത്. അത്രയ്ക്കും ഓയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊന്ന് കുറച്ച് ഞാൻ കുറയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫേസിൽ അതൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല. അപ്പം അത് അങ്ങനെയുള്ള ഫേസ് ആയതുകൊണ്ട് ഈ എണ്ണ ഭയങ്കര പ്രശ്നമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. എവിടെ പട്ടി അറിയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് മിക്കവാറും അങ്ങനെയായിരിക്കും. അപ്പോൾ എണ്ണയാണ് ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഓയിൽ തലയിൽ തേച്ചിട്ട് അപ്പോൾ തന്നെ ഷാമ്പു ചെയ്ത് കളയണമെന്ന്. കാരണം തലയിൽ ഇട്ടേക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് പിന്നെ എന്തിനാണ് എണ്ണ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണ് കേട്ടോ. നമ്മുടെ തലയിൽ ഒരു ഡ്രോപ്പിനെങ്കിലും നമ്മളിങ്ങനെ തൊടുമ്പോൾ എണ്ണ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിന് പ്രോബ്ലം തന്നെയാണ്. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ തലയിണയിൽ ആ എണ്ണയാവുന്നുണ്ട്, അത് നമ്മുടെ ഫേസിലാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് പിമ്പിൾസ് വരും. പിന്നെ നമ്മുടെ ഹെയറൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ മുഖത്തോട്ട് വീണ് കിടക്കുമ്പോൾ അങ്ങനെ നമുക്ക് പിമ്പിൾസ് വരാം. നമ്മൾ തലയിൽ കൈ വെച്ചിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വരാം. ഓയിലിൻ്റെ കണ്ടൻറ്റ് എവിടെ നമ്മുടെ മുഖത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുമാറാത്ത പിമ്പിൾസ് നമുക്കുണ്ടാവും. എനിക്കങ്ങനെ മനസ്സിലായതാണ്. ഇപ്പോൾ എൻ്റെ തലയിൽ എണ്ണയെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഇപ്പോൾ ഞാൻ വല്ലപ്പോഴും അത് സ്മൂത്തനിങ് ചെയ്തതുകൊണ്ട് എണ്ണ ചെയ്യരുതല്ലോ. പക്ഷെ ഞാൻ വല്ലപ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട്. അത്
മാസത്തിലൊരിക്കലൊക്കെ ഞാനൊന്ന് ഓയിൽ ബാത്ത് ചെയ്യും. ചെറുതായിട്ട് മുടി ഒന്ന് ഓർക്കാൻ വേണ്ടി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് തേച്ചിട്ടിട്ട് ഞാൻ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയും എണ്ണ. ഒരു തരി പോലും ഉണ്ടാവാതെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് സിറമൊക്കെ ഇട്ട് ഞാൻ കംപ്ലീറ്റ് എണ്ണ കളഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാസത്തിലൊരിക്കലൊക്കെ. അപ്പോൾ അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ തലയിൽ എണ്ണ കിടക്കാനേ പാടില്ല. അത് മുടിക്ക് വലിയ എണ്ണ കിടക്കുന്നത് കൊണ്ട് മുടിക്ക് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഫേസിൽ അത് ഭയങ്കര പ്രശ്നം. അപ്പോൾ എല്ലാം മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ്. നമ്മുടെ തലയിൽ നമ്മുടെ പോഴ്സൊക്കെ ഉണ്ടല്ലോ, അതിന് പേരെന്തോ ഉണ്ട്, അതൊക്കെ അടഞ്ഞു പോകും എണ്ണ ഇങ്ങനെ തേച്ചാൽ. എപ്പോഴും എണ്ണ ഇങ്ങനെ ഉണ്ടെങ്കിൽ അഴുക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കുറേ അറിവുകളുണ്ട്. ഇപ്പം ഞാൻ മോൾക്ക് എണ്ണ തേച്ച് കൊടുക്കാറുണ്ട്, പക്ഷെ ഞാനത് വാഷ് ഔട്ട് ചെയ്ത് കളയും. എനിക്ക് പറ്റിയ അബദ്ധം അവൾക്ക് പകർന്നു കൊടുക്കരുതല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും വലിയ വില്ലൻ എണ്ണ തന്നെയാണ്. നിങ്ങൾ തലയിൽ എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എണ്ണ തേച്ചില്ലെങ്കിൽ നീരിറക്കം വരും, തലവേദന വരും, അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ തേച്ചിട്ട് കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയും. പിമ്പിൾസ് ഉള്ളവർ കേട്ടോ, ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, എന്താണ് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് വിട്ടുമാറാത്ത പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങളുടെ ഫേസിന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാലങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഒത്തിരി ഫെയ്ഡായി വരുന്നുണ്ട്. ഇതൊരു കറുത്ത പാടാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം, എനിക്ക് പുതിയ പിമ്പിൾസ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പോഴ്സ് ഉണ്ട്, കുറച്ച് കുഴികളുണ്ട്. പണ്ട് പിമ്പിൾസ് വന്നതിൻ്റെ കുറച്ച് ഈ ഭയങ്കരമായിട്ട് കുറച്ച് കുഴികളുണ്ട്. അത് നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഫോണിൽ അറിയാൻ പറ്റുന്നില്ല എന്നല്ല, പക്ഷേ പിമ്പിൾസ് ഒന്നും ഇല്ല കേട്ടോ, സത്യം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളും എണ്ണയാണ് പരമ്പരാഗതമായിട്ട് അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു തരുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്, അത് അബദ്ധമാണത്. ഒരു തെറ്റിദ്ധാരണയാണ് തലയിൽ എപ്പോഴും എണ്ണ വേണം എന്നാലേ മുടി തഴച്ച് വളരും, അങ്ങനെയൊന്നും ഇല്ല. അത് തെറ്റായ ഒരു അറിവ് തന്നെയാണ്. ഇപ്പോൾ എന്ത് തരം എണ്ണ ഉപയോഗിച്ചാലും അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ ചെയ്ത് നമ്മളത് ഫേസ് പാക്ക് ഫേസിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ നടക്കുമോ, ഇങ്ങനെ രാവിലെ ഇരുന്നില്ല രാത്രി ഇരുന്നില്ല നടക്കില്ല. ഒരു 10-20 മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ എണ്ണയും. അതുപോലെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ 10-20 മിനിറ്റ് തേച്ച് മസാജ് ചെയ്തിട്ടിട്ട് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഒരിക്കലും അതങ്ങനെ ഇട്ടിരുന്ന് മുടി കിളർത്ത് വരുത്തൊന്നുമില്ല, നമുക്കത് ദോഷമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു അറിവായിട്ട് എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ഞാനും പണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എണ്ണ ഇങ്ങനെ വിഷയമാണ്, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. നമുക്ക് ചില കാര്യങ്ങളൊന്നും അനുഭവം ഇല്ലാതെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ, നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ എനിക്ക് അനുഭവത്തിലൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരിക്കലും തലയിൽ ഇട്ടേക്കരുത് എണ്ണ തേച്ചാൽ. അപ്പോൾ ഇതാണ് ഈ ഒരു വലിയ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കാരണം ആരും ഇപ്പോൾ അങ്ങനെയൊക്കെ എണ്ണ തേച്ച് അങ്ങനെ പിമ്പിൾസിൻ്റെ കൂടെ ഈ പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് വീട്ടിൽ നാട്ടുവൈദ്യം അതും ഇതുമൊക്കെ ചെയ്ത് നോക്കിയിട്ടും മാറാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ ഇതിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ, എണ്ണ തേക്കുന്നവരാണെങ്കിൽ. അത് ഭയങ്കരമായ പ്രശ്നം ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ എണ്ണ തേക്കാതെ, അല്ലെങ്കിൽ ഒന്നുകിൽ എണ്ണ തേക്കാതെ, അല്ലെങ്കിൽ എണ്ണയ്ക്ക് പകരമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഹെയർ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ്, അതായത് ഒരു തരി പോലും എണ്ണ തലയിലില്ലാത്ത കണക്ക് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. ഡെയിലി യൂസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഡെയിലി നമുക്ക് ഷാമ്പൂ കണ്ടീഷണർ ചെയ്യാൻ കഴിയില്ല എങ്കിൽ മുടി നശിച്ചു പോകും. അങ്ങനെയാണല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആയിക്കോട്ടെ എണ്ണ തേച്ചാൽ മതിയാവും. നമുക്ക് അതൊക്കെ തന്നെ ധാരാളമാണ് മുടിക്ക്. അതുകൊണ്ട് എണ്ണ എന്ന വില്ലനെ നിങ്ങൾ മാക്സിമം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. എണ്ണ തേച്ചുള്ള കുഴിയൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ആ വിശ്വാസങ്ങളെ ഒന്ന് മാറ്റിക്കളയുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് നല്ല മാറ്റങ്ങളുണ്ടാവും. വിശ്വസിക്കാൻ മനസ്സുള്ളവർ ഈ ചാനലും കൂടെ വന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ ഇതുപോലെയുള്ള എൻ്റെ അനുഭവങ്ങളിലെ അറിവുകളുമായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങളെ സ്റ്റേ ട്യൂൺഡ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.